നമുക്ക് ആസ്മ എന്ന് പറയുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പലപ്പോഴും ഇൻഹേലർ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫായി മാറിയിട്ടുണ്ടാവും. അതായത് ഇൻഹേലർ അല്ലാതെ ഇതിനൊരു വഴിയില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും നമ്മൾ, അല്ലേ? അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യ ദേവി. ഒരുപാട് നാളായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഹേലറിൻ്റെ ഉപയോഗം ഗ്രാജുവലി കുറച്ച് കൊണ്ടുവന്നിട്ട് പൂർണ്ണമായിട്ടും നിർത്താനായിട്ട് ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിലൂടെ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ടാണ് ഇൻഹേലറിൻ്റെ ഉപയോഗം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വളരെ വേഗം തന്നെ ഈ ഒരു ഇൻഹേലറിൻ്റെ യൂസ് കുറച്ച് കൊണ്ടുവന്നിട്ട് പൂർണ്ണമായിട്ടും നിർത്താനായിട്ടും ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിലൂടെ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നുണ്ടാവും, ഈ ഒരു ഹോമിയോപ്പതിക് മെഡിസിൻസ് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരില്ലേ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി ആസ്മ എന്ന് പറയുന്ന കംപ്ലയിൻറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും ഒക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഈ ഒരു കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാ മെഡിസിൻസും നിർത്തിയിട്ട് നമുക്ക് മെഡിസിനുകളൊന്നും കൂടാതെ തന്നെ പിന്നീട് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുന്നതാണ്.